വരന്തരപ്പള്ളി വടക്കുമുറിയിൽ ശ്രീലക്ഷ്മി ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ നടത്തുന്ന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുള്ള രവീന്ദ്രൻ തന്റെ ഭൂമി തരം മാറ്റുന്നതിന് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ ഇതുവരെ നടപടിയായില്ല. 2018 പ്രളയത്തിൽ മില്ലിലെ യന്ത്രങ്ങൾ തകരാറിലായതാണ്. പിന്നീട് ഷെഡ് പുതുക്കിപ്പണിത് യന്ത്രങ്ങൾ തകരാർ പരിഹരിക്കുന്നതിനും ഉപയോഗശൂന്യമായത് മാറ്റുന്നതിനും വേണ്ടി വായ്പയ്ക്ക് ശ്രമിച്ചെങ്കിലും സിബിൽ സ്കോറിന്റെ പേരിൽ ബാങ്ക് വായ്പ അനുവദിച്ചില്ല. എന്നാൽ കൈവശമുള്ള 40 സെന്റ് ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം വിറ്റ് മില്ല് പുനരുദ്ധരിക്കാനും വീട് പണിയുന്നതിനും വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് ഭൂമി നിലമാണെന്ന BTRൽ ഉള്ള വിവരം അറിഞ്ഞത്. അത് തരം മാറ്റിയാൽ മാത്രമേ വിൽപ്പന നടക്കുകയുമുള്ളൂ. ഭൂമി തരം മാറ്റുന്നതിനായി പലതവണ വിവിധ ഓഫീസുകളിൽ അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിലത്തെ പ്രതീക്ഷയായാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത്. അപേക്ഷ നടപടിക്കായി കളക്ടർക്കും പിന്നീട് RDOയ്ക്കും നൽകിയിരിക്കുന്നുവെന്ന് ഫോണിൽ മെസ്സേജ് വന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 പ്രാവശ്യം മെസ്സേജ് വന്നു. ഒരു പ്രാവശ്യം വന്നത് ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് വന്നത് കളക്ടറേറ്റിൽ നിന്ന് RDOന് കൈമാറിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നീട് ഇതുവരെ ഒരു മറുപടി വന്നിട്ടില്ല. എൻ്റെ മുമ്പിലൊരു വഴി എന്ന് പറഞ്ഞാൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് കിട്ടാവുന്ന പൈസയൊന്നും വെള്ളം കയറി മിഷനറി എല്ലാം നശിച്ചു പോയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കേസ് അനുകൂലമായി വിധി വന്നിട്ടും ബാങ്കുകാർ അനുകൂലമായ തീരുമാനം ഇതുവരെ എടുക്കുന്നില്ല. അതേസമയം സ്ഥലം തരംമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സന്ദർശിച്ചിട്ടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് തരംമാറ്റൽ നടപടികൾ നീണ്ടുപോകുന്നതാണ് തടസ്സം. നിലവിലെ സമിതിയുടെ കാലാവധി തീർന്നുവെന്നും പുതിയ സമിതി നിലവിൽ വന്നാൽ മാത്രമാണ് തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുമാണ് കൃഷിഭവനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഇത്തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങി 250-ലധികം തരംമാറ്റൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായും പറയുന്നു. സമയബന്ധിതമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രതയുണ്ടായില്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് നിരാലംബരും നിസ്സഹായരുമാണ്. ഭൂമി തരംമാറ്റുന്നതിനായുള്ള പരിശ്രമങ്ങളുമായി രവീന്ദ്രൻ ചേട്ടൻ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ഒടുവിൽ നവകേരള സദസ്സിൽ നൽകിയ പരാതിയും എങ്ങുമെത്തിയില്ല. തന്റെ അപേക്ഷ കളക്ടർക്കും പിന്നീട് RDOയ്ക്കും ഫോർവേഡ് ചെയ്തു എന്നുള്ള മെസ്സേജുകൾ മൊബൈലിൽ വരുന്നതല്ലാതെ ഈ പ്രശ്നത്തിൽ ഇനിയും ഒരു പരിഹാരമായിട്ടില്ല. ഭൂമി തരംമാറ്റുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലപരിശോധന നടത്തേണ്ട LLMCയിലെ അംഗങ്ങൾ സ്ഥലപരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ വലിയ പ്രതിസന്ധിക്ക് ഇപ്പോഴത്തെ കാരണം. ഏതെങ്കിലും വിധത്തിൽ പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രവീന്ദ്രൻ ചേട്ടൻ. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.